അപ്പൊ ഇവര് പറയും ഗാലറി നിറയെ ദേശദ്രോഹികളാണല്ലോ എന്ന് മനസ്സിൽ പറയും ഇവര്. അനേകം തവണ വിഷയങ്ങൾ ഉണ്ടായപ്പോ നിങ്ങൾ ഇതൊന്നും ഏറ്റെടുക്കാൻ തയ്യാറാണ്. വിദ്യാർത്ഥികൾ നടത്തിയ ഒരു സമരത്തെ ആ സമരത്തിന്റെ ഞങ്ങളാണ് ചെയ്തത്. ലക്ഷത്തിൽ ഒന്നേ കാണും ഇതുപോലൊരു ഐറ്റം. നിങ്ങളിപ്പോ കാണിച്ചത് ഈ ചരിത്രത്തിന്റെ ഏറ്റവും വലിയ ഭാഗമാകാൻ പോകുന്നതാണ്. നിങ്ങളല്ല നമ്മൾ കാണിച്ചത്. ഇത്രയും കാലം ഇവരെ പറ്റിയിട്ടുള്ള ഏറ്റവും വലിയ പരാതിയായിരുന്നു ഇവർ അരാഷ്ട്രീയവാദികളാണെന്ന്. അതിന്റെ കാരണമാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ഈ കാണിക്കുന്ന പൊറാട്ട് നാടകങ്ങൾ കണ്ടു മടുത്തു. എന്നാൽ അതല്ല, കക്ഷി രാഷ്ട്രീയമല്ല. ഒരു അപരനൊരു പ്രശ്നം വന്നാൽ ഞാൻ മുൻപിട്ടിറങ്ങണമെന്ന് ഓരോരുത്തരും ചിന്തിച്ചു തുടങ്ങിയതാണ് ഈ സമരത്തിന്റെ ഏറ്റവും വലിയ വിജയം. അയ്യോ, അതിനവൻ റീൽസ് എടുക്കും, അതിനവൻ പ്രതിഷേധിക്കും, അതിനവൻ ചിലപ്പോൾ കല്ലെറിയും. കല്ലും പെപ്പർ സ്പ്രേ എറിയുന്നത്. അത് പിന്നെ പെപ്പർ സ്പ്രേ പെൺകുട്ടികളുടെ പുറകിൽ അടിക്കുന്നവന് പെപ്പർ സ്പ്രേ കരുതണം മദീന. കരുതണം മദീന. അവന് ചക്കര ഉമ്മയല്ല കൊടുക്കാൻ പറ്റുക. പോലീസുകാർ ഒരു പെൺകുട്ടിയെ ഗ്രോപ്പ് ചെയ്യുന്ന കണ്ടായിരുന്നു വീഡിയോയിൽ? നിങ്ങൾ കണ്ടോ? ഏത് സമരത്തെ നേരിടാൻ ആരെ നേരിടാൻ വേണ്ടി ഇറങ്ങിയ ഒരു പെൺകുട്ടിയെ, പാവ പെൺകുട്ടിയെ ഗ്രോപ്പ് ചെയ്യാണ് ഒരു പോലീസുകാരൻ. കാര്യം കരുത പറഞ്ഞാലും കേൾക്കണല്ലോ. ശത്രുവേട്ടൻ പറഞ്ഞത് കാര്യ. വെറുതെ നിൽക്കുന്ന ഒരു പെൺകുട്ടിയെ പോയിട്ട് കരണത്തടിക്കുന്നു. SFIയുടെ ഒരു പെൺകുട്ടിയാണ് ചെന്ന് ചോദ്യം ചെയ്തത്. ഒരു പെൺകുട്ടി നടന്നു പോകുമ്പോ ഞാൻ മാന്യമായ ഭാഷ ഉപയോഗിച്ച് പറയണേ, ലാത്തി ഉപയോഗിച്ച് നിതംബത്തിൽ കുത്തുന്നു. ഏത് സമരമാർഗത്തെ നേരിടാൻ വേണ്ടിയാ മാഡം നിങ്ങൾ ജസ്റ്റിഫൈ നടക്കുന്നത്? ഇതൊന്നും അനുവദിച്ചു കൊടുക്കരുത് മാത്യു. നീ പറയുന്നതൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്, പക്ഷെ നിന്റെ ഈ നിലപാട് പൂർണ്ണമായി അംഗീകരിക്കാൻ എനിക്ക് കഴിയുന്നില്ല. ഒരു മിനിറ്റ്, ആ കണ്ടവൻ പോലീസിന്റെ കരണക്കുത്തി കടിച്ചിട്ടുണ്ടെങ്കിൽ അവൻ അവാർഡ് കൊടുക്കും. നിങ്ങള് സമാന്തരമായി സമരം ചെയ്ത ആൾക്കാരെ തല്ലിക്കൊന്നതിന് രാജുവിന്റെ പാർട്ടി കേസ് കൊടുത്തിട്ടുണ്ട്. രക്ഷാപ്രവർത്തനം എന്നാ ഇതുവരെ പറഞ്ഞിരുന്നത്. രക്ഷാപ്രവർത്തനം പറഞ്ഞിരുന്നത്. അപ്പൊ നിങ്ങൾ രാജു പറഞ്ഞോട്ടെ വേണമെങ്കിൽ. നിന്റെ അധിക പ്രശ്നം വേണ്ടട്ടാ. കോൺഗ്രസും ഇടതുപക്ഷവും മറ്റ് പാർട്ടികളൊക്കെ ഞങ്ങൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസമൊക്കെ നന്നായി ഉണ്ട്. പക്ഷെ ഇവിടെ ഞങ്ങൾക്ക് അഭിപ്രായ ഐക്യമുള്ളത് അപ്പുറത്ത് നിൽക്കുന്നത് 10-22 പേരുടെ ജീവൻ എടുത്ത നിങ്ങളുടെ പരീക്ഷ അഴിമതി നിലനിൽക്കുന്നതുകൊണ്ടാണ്. ഞങ്ങൾ ഭരിക്കുമ്പോഴാണല്ലോ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവുന്നത്. നിങ്ങൾ ആ പ്രശ്നം ചൂണ്ടിക്കാണിച്ചു, അത് സമരം ചെയ്തു. ആ സമരത്തെ ഏത് രീതിയിൽ വളരെ മാതൃകാപരമായിട്ട് അതിന് റിപ്ലൈ കൊടുക്കണമെന്നും ഏതൊക്കെ തരത്തിൽ നടപടികൾ സ്വീകരിക്കണമെന്നും വളരെ മാതൃകാപരമായിട്ടാണ് കഴിഞ്ഞ 10-12 ദിവസം കൊണ്ട് ഇന്ത്യയെ കാണിച്ചത്. സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? ഒരു രാജ്യം ഭരിക്കുന്ന ഒരു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിൽ ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ അവർ തന്നെയാണ് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായി, ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു തെറ്റ് വന്നു അവർ തന്നെയാണ് പറയുന്നത്. അത് ഞങ്ങൾ പറഞ്ഞതിന് ശേഷമാണ് നിങ്ങൾ അറിയുന്നത് പോലും. 100% ഞാൻ യോജിക്കുന്നു. റെസ്പോൺസിബിലിറ്റി ചെയ്തിട്ടില്ല, ഞങ്ങളത് ഏറ്റെടുത്തു, ഞങ്ങൾ പരിഹാരം കണ്ടു. എന്തുകൊണ്ടാണ് ധർമ്മേന്ദ്ര പ്രധാൻ ഇത്രയും ദിവസം എടുത്തത്? ചെയ്തു തീർക്കാനുള്ള ഒരുപാട് എന്താണ് ചെയ്തു തീർത്തത്? ഞാൻ ഇത്ര നേരം പൊട്ടന്റെ മുമ്പിൽ ശങ്കൂന്നിരുന്ന ഒന്നുമില്ലേ. അദ്ദേഹം എഡ്യൂക്കേഷൻ മിനിസ്റ്റർ രാജിവെക്കുന്നതിന് മുമ്പ് ചെയ്തു തീർത്ത കുറച്ച് കാര്യങ്ങളുണ്ട്. അതെന്തൊക്കെയാണ് എന്താണെന്നൊന്നും പറയാം പ്ലീസ്. ഞങ്ങൾക്ക് ആഗ്രഹം അറിയാം. എത്ര നേരായിട്ട് പറയാം, ഇത്ര നേരെടുത്ത് നിന്നോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നോ ഇൻഫർമേഷൻ, വിവരമില്ല. എക്സാം കമ്പ്യൂട്ടറൈസ്ഡ് ആക്കാനുള്ള തീരുമാനം എടുത്തു. ഇതുപോലെ എക്സാമിന് ക്രമക്കേടുകൾ നടക്കുകയാണെങ്കിൽ അതിൽ കുറ്റവാളിയായിട്ട് കണ്ടെത്തുന്ന ആളുകൾക്ക് എതിരെ 10 കോടി രൂപ പിഴയും 10 വർഷം അവരെ തടവിലടയ്ക്കാനുമുള്ള അമെൻമെന്റ് ആക്ട് കേന്ദ്ര മന്ത്രിസഭയാണ് പുറപ്പെടുവിച്ചത്. ഇന്ത്യയിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായോ? നിങ്ങൾ അക്കൗണ്ടബിലിറ്റി, മാം പറഞ്ഞു അക്കൗണ്ടബിലിറ്റി. നിങ്ങൾ ആക്ച്വലി അക്കൗണ്ടബിലിറ്റി പറയാൻ ഒരു യോഗ്യത ഇല്ലാത്ത ആൾക്കാരാ. അറിയോ? ഒരു യോഗ്യത. അതെന്താ തനിക്കിപ്പോ അങ്ങനെ തോന്നാൻ? നമ്മുടെ പ്രൈം മിനിസ്റ്റർ വീഡിയോ ഇറക്കി, ഓക്കെ, അത് വരെ ടെലിപ്രോംപ്റ്റർ വെച്ച് നോക്കേണ്ട അവസ്ഥയാണ്. അതുകൊണ്ട് ആലോചിച്ച് നോക്കിയേ. നിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടെന്താ അത്രയും സുതാര്യമായിട്ട് ആൻസർ കൊടുക്കുന്നില്ല പ്രസിന്? ഈ മണ്ടൻ ഗണേശനോട് എന്നാ പറയാനാണ്? അക്കൗണ്ടബിലിറ്റിയുടെ കാര്യം പറയണ്ടേ? 20 പേര് മരിക്കാൻ നിന്നിരുന്നോ ഈ ഒരു അക്കൗണ്ടബിലിറ്റി നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിട്ട്? ഇത്രയും വലിയ മണ്ടന്മാരെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടു. നമ്മുടെ ഭാരതത്തിൽ ആദ്യമായിട്ടല്ല ക്വസ്റ്റ്യൻ പേപ്പർ ചോർച്ചകൾ ഉണ്ടാവുന്നത്. ആരോട് ഇതിങ്ങനെ എത്ര വട്ടം പറഞ്ഞു?
നിങ്ങൾ പറയേണ്ട ഇത്ര ടൈം എടുത്ത് ഇങ്ങനത്തെ ഒരു ഓരോ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടെന്ന്. എത്ര പേരുടെ ജീവൻ അതിന്റെ ഇടക്ക് പോകണ്ടെന്നറിയോ? ഇത് ഇപ്പൊ റിപ്പോർട്ട് ചെയ്തേക്കണ ഇത്ര പേര് മരിച്ചവരുടെ ലിസ്റ്റാണ്. എത്ര പേര് സൂസൈഡ് അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ടെന്നറിയോ? യു ഗൈസ് ആർ പ്ലേയിങ് വിത്ത് മൈൻഡ്, മെന്റൽ ഹെൽത്ത് ഓഫ് പീപ്പിൾ. ഇംഗ്ലീഷ് പറയരുത്, പ്രത്യേകിച്ച് സ്ത്രീകളുടെ മുമ്പിൽ വെച്ച് നീ. അതിന് ന്യായീകരിച്ചിട്ടില്ല. ഞങ്ങൾ അതിന് വിദ്യാർത്ഥികൾ ന്യായീകരിച്ചിട്ടില്ലെന്ന് പറയണത് ക്വസ്റ്റ്യൻ പേപ്പർ ചോർച്ചയായിട്ട് ബന്ധപ്പെട്ട വിദ്യാഭ്യാസം ന്യായീകരിച്ചില്ല. ഇത്രയും സമയം അകത്ത് നിൽക്കുന്ന രണ്ട് ഉദ്യോഗസ്ഥർ ചെയ്യുന്ന തെറ്റാണത്. നിനക്ക് വല്ല പ്രാന്തണ്ട ഈ ഉളകളോട് വർത്താനം പറയാൻ? ഇവന്മാരെ നിനക്ക് ശരിക്കും മനസ്സിലായിട്ടില്ല. ബാഡ് ടാക്ടിക്സ് ആണ് ഉപയോഗിച്ചതെന്നാണ് പറയുന്നത്. ഇവർ ഉപയോഗിച്ച ടാക്ടിക്സ് എന്തുവാ? എക്സ്പയർ ആയ ടിയർ ഗ്യാസ് ഇടുക. അതൊക്കെ എന്ത് ബാഡാന്നറിയോ ഹെൽത്തിന്? അത് കാരണം ഫ്യൂച്ചറിൽ വരുന്ന ആൾക്കാർക്ക് ഇപ്പൊ പെൺപിള്ളേർന്നാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഇനി വരുന്ന കൊച്ചുങ്ങൾക്കാണെന്നുണ്ടെങ്കിൽ ബാഡ് അഭിനയിച്ചാൽ ഇവർ ഉത്തരവാദിത്വം പറയും. അമ്മയ്ക്ക് എന്നോട് എന്തും പറയാം, പക്ഷെ വിവരക്കേട് മാത്രം പറയരുത്. ഇപ്പൊ ഇവര് പറയും ഗാലറി നിറയെ ദേശദ്രോഹികളാണല്ലോ എന്ന് മനസ്സിൽ പറയും ഇവര്. പിള്ളേരെല്ലാം ഈ സമരവുമായി ബന്ധപ്പെട്ട് സമരത്തിന് മുന്നോട്ട് വന്ന ഒരു വിദ്യാർത്ഥികളെ പോലും രാജ്യദ്രോഹി എന്ന് വിളിച്ചു. അതിന്റെ ഇടയിൽ ആർട്ടിക്കിൾ 370 റദ്ദാക്കാനുള്ള ഞാൻ ഒറ്റ കാര്യം കൂടെ പറയാം. രാജ്യദ്രോഹികളായിട്ട് ചിത്രീകരിച്ചു. അവർ ഉന്നയിച്ച എല്ലാ ആവശ്യങ്ങളും ഞങ്ങൾ അംഗീകരിച്ചു കൊടുക്കുകയാണ്. മക്കളെ, രാജസ്ഥാൻ മരുഭൂമിയിലേക്ക് മണൽ കയറ്റി വിടല്ലേ. അദീന, രാജ്യദ്രോഹി എന്ന് പറയുന്നില്ലല്ലോ. ഞങ്ങളോടൊക്കെ നിർത്തി അങ്ങ് അവമാനിക്കുവാണെന്ന്. പാകിസ്ഥാനിലേക്ക് പോകാൻ പറയുന്ന ഇവര് അദീന ഭാരതിയോട് വത്തിക്കാനിലേക്ക് പോണം, അദീന ആൻ അലക്സ് ആണെന്ന് പറയുന്ന നാള് വിദൂരമല്ല. വർഗീയത കുറയ്ക്ക് പഞ്ചമി, എപ്പോ നോക്കിയാലും ഇത് തന്നെ. അത് മണിപ്പൂരിൽ കണ്ടതാണ്. ജോസഫ് വിജയ് എന്ന് വിളിച്ചവരാണ്. വല്ല കാര്യമുണ്ടോ? എന്തിനാണ് ഇങ്ങനെ ഇല്ലാന്ന് നടക്കുന്നത്? വിദ്യാർത്ഥികൾ നടത്തിയ ഒരു സമരം അവർ വിജയിപ്പിച്ചെടുത്തു. അത് ന്യായമാണെന്ന് കണ്ടതുകൊണ്ട് ഞങ്ങൾ അത് അംഗീകരിക്കുകയും ചെയ്തു. അതിനുശേഷം ചിത്രത്തിലേ ഇല്ല. നിങ്ങൾ ഭരിക്കുന്ന സമയത്ത് ഇതുപോലുള്ള വിഷയങ്ങൾ ഉണ്ടായപ്പോൾ നിങ്ങൾ ഇതൊന്നും ഏറ്റെടുക്കാൻ തയ്യാറാവാത്തവരാ. അനേകം തവണ വിഷയങ്ങൾ ഉണ്ടായപ്പോ നിങ്ങൾ ഇതൊന്നും ഏറ്റെടുക്കാൻ തയ്യാറാവില്ല. വിദ്യാർത്ഥികൾ നടത്തിയ ഒരു സമരത്തെ ആ സമരത്തിന്റെ ഞങ്ങളാണ് ചെയ്തത്. ആ തേണ്ടി RDPയുടെ തൊലി ഇരിക്കുകയാണ് ഉത്തമ. നേരത്തെ പറഞ്ഞതുപോലെ ഇവര് പറഞ്ഞു ഞങ്ങളുടെ കാലഘട്ടത്തിൽ ഇവരുടെ കാലഘട്ടത്തിൽ ഉണ്ടായി ആരെങ്കിലും അക്കൗണ്ടബിലിറ്റി നേരം വരെ ഏറ്റെടുത്തോ? ഉരുളക്കുപ്പേരി കോളേജിൽ നിന്ന് ഡിഗ്രി എടുത്ത് വന്നിരിക്കുകയാണ് ഒരു തർക്കക്കാരൻ. ഞാൻ എന്തിനാ വന്നിരിക്കുന്നത് തനിക്ക് അറിയണോ? ഈ അക്കൗണ്ടബിലിറ്റി അവര് എടുത്തത് അവർ ഔദാര്യമായിട്ട് വെച്ച് നീട്ടത് അവർക്ക് എടുക്കേണ്ടി വന്നതാണ്. ഇതുവരെ ഈ നിമിഷം വരെ അക്കൗണ്ടബിലിറ്റി എടുത്തു എന്ന് പറയുന്നത് എന്തോ അവതാരം കാണിക്കുന്ന പോലെയാണ് നിങ്ങൾ പറയുന്നത്. അനവസരത്തിൽ വിവരക്കേട് പറയുന്നതല്ല തമാശ. ഈ നിമിഷം വരെ താങ്കൾ ഇങ്ങനെ ഇത്രയും അസഹിഷ്ണുതയോടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ചെയ്തു, അക്കൗണ്ടബിലിറ്റി എടുത്തു, പക്ഷെ അത് എടുക്കേണ്ടത് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി ആണ്. അതല്ല ഉദ്ദേശം. അങ്ങനെ അത് ഞങ്ങളെ ചെയ്യാൻ തയ്യാറായിട്ടുള്ള മുന്നേ ഉള്ളവർ അത് തയ്യാറായിട്ടില്ലെന്ന് പറഞ്ഞോളൂ. അങ്ങോട്ട് പോയിക്കോളെ, ബാക്ക് എടുത്തോളി.